ഇത് കണ്ടാൽ വാഴയ്ക്കാണെന്ന് ആരെങ്കിലും പറയുമോ? വാഴയ്ക്ക വെച്ച് ഇതുപോലെ ഒരു ഐറ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ. കാണുമ്പോഴുള്ള ഈ ചന്തം പോലെ തന്നെ രുചിയിലും കേമനാട്ടോ ഇത്. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ ഒന്ന് അമർത്തിയേക്കണേ. ഇത് ഉണ്ടാക്കാനായി ഒരു 10 മിനിറ്റ് മതി കേട്ടോ. ആദ്യമേ തന്നെ ഈ വാഴയ്ക്ക ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യമേ കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒരു 3 വാഴയ്ക്ക ഇതുപോലെ അതിന്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് ഒരു 2 തിളയൊക്കെ വരുമ്പോഴേക്കും ഈ വാഴയ്ക്ക അങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. ഈ പരുവം വരേക്ക് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ വാഴയ്ക്ക തോരൻ ഉണ്ടാക്കാനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിലരിഞ്ഞ് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. സവാളയ്ക്ക് ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നത് വരെ വഴറ്റിയാൽ മതിയാവും. അല്ലാതെ കളർ ഒന്നും മാറ്റിയെടുത്ത് കഷ്ടപ്പെടണ്ട കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തോളൂ. ഞാനിവിടെ ഒരു പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ താരമായ നമ്മുടെ വാഴയ്ക്ക വേവിച്ച് വെച്ചേക്കുന്ന ഈ വാഴയ്ക്ക ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തതാട്ടോ. അല്ലെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും. ഇതൊന്നുമില്ലെങ്കിൽ നല്ലപോലെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഇതുപോലെ ഒന്ന് അരിഞ്ഞ് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇല്ലാതെ എന്ത് തോരൻ എന്നല്ലേ. അതും ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. നമ്മൾ ഈ ചേർത്തേക്കുന്ന വാഴയ്ക്കൊക്കെ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിന് ശരിക്കും വാഴയ്ക്ക പൊടിമാസ് എന്നും പറയും കേട്ടോ. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ഷടപടേന്നാവുകയും ചെയ്യും. എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ നമ്മൾ തേങ്ങയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ എനിക്ക് കുറച്ച് തേങ്ങ അധികം തോരനകത്ത് കടിക്കുന്ന കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ തോരൻ അഥവാ വാഴയ്ക്ക പൊടിമാസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. അപ്പൊ ഇനി ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.